ദൈവം നമ്മെ കൊണ്ടുവന്നതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പിന്നിട്ട നാളുകളെ പരിശോധിച്ച് നോക്കുവാനും വല്ല കുറവുകളുമൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി മുമ്പോട്ട് പോകാനും, കർത്താവ് വരാൻ താമസിച്ചാൽ പുതിയ വർഷത്തിൽ കർത്താവിന് വേണ്ടി നല്ല സാക്ഷികളായി ജീവിക്കാനും ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. വളരെ പ്രസിദ്ധമായൊരു വാക്യത്തെ അധികരിച്ചുള്ള ചിന്തകളാണ് നാം ഉൾക്കൊള്ളുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യമാണ് 1-2 ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്ന വാക്യത്തിൽ നിന്ന് നമുക്ക് പകർത്താവുന്ന നമ്മുടെ കർത്താവിൻ്റെ സൽഗുണങ്ങളിൽ ചിലതൊക്കെ നമ്മൾ ധ്യാനിക്കാനിടയായിട്ട് തീർന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് 7 സൽഗുണങ്ങൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ കാണുന്ന 2 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒടുവിൽ പറഞ്ഞ് നിർത്തുവാൻ ഇടയായിട്ട് തീർന്നത്. അവിടെ കർത്താവ് അവകാശപ്പെടുന്ന വാക്കുകൾ നമുക്കേറെ പരിചയമാണ്. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. നമ്മളിതിൻ്റെ സമഗ്രമായൊരു പ്രതിപാദനം ഈ പഠനത്തിൽ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. എന്നൊരു ഔട്ട്ലൈൻ നമ്മൾ കണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ സൗമ്യതയും താഴ്മയും പഠിക്കുന്നവർക്ക് ആശ്വാസം കണ്ടെത്തി ഓരോ ദിവസവും ജീവിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെ സാധിക്കുമെന്നുള്ളതിൻ്റെ 2 ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസംഗത്തിൽ നിന്ന്, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിലായിട്ട് ഓർത്താണ് ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അല്പം തിടുക്കത്തിലാണെങ്കിലും സൗമ്യതയിൽ ഒരു വലിയ മനുഷ്യൻ അനുഭവിച്ചതായ ആശ്വാസം ഞാനൊന്ന് പരാമർശിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് കരുതുന്നു. ഞാൻ പരാമർശിച്ചില്ലെങ്കിലും നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും സൗമ്യനായ ഒരാളുണ്ട് ചരിത്രത്തിൽ. ആരാണത്? മോശയാണ്. മോശ സങ്കീർണമായൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നതാണ് സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം. നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ അധ്യായം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കുമെന്ന് ഞാൻ ഒടുവിൽ പറഞ്ഞായിരുന്നു. വായിച്ചില്ലെങ്കിലും നമുക്ക് നല്ല പരിചയമുള്ള വേദഭാഗമാണ്. നമ്മൾ അവിടെ നിന്നൊക്കെ ബൈബിൾ പരീക്ഷയിൽ പോന്നിട്ട് ഒത്തിരി നാളായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, തൻ്റെ മൂത്ത സഹോദരനും സഹോദരിയും തനിക്കെതിരെ സംസാരിക്കുകയാണ്. അത് സംസാരിക്കുന്ന വിഷയം ആരും തോറ്റുപോകാൻ സാധ്യതയുള്ളതായ 2 വിഷയങ്ങളാണ് അവർ ഉന്നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഒന്ന് തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ളതായ ആക്ഷേപമാണ്. ഏത് പുരുഷനും ബലഹീനനായി പോകാവുന്ന ഒരു വിഷയമാണ് ഇവിടെ ചേട്ടനും പെങ്ങളും കൂടെ ഉന്നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് മോശയെയും ഒരുപക്ഷെ പ്രകോപിപ്പിക്കുവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇതങ്ങ് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണോ? പരിഹരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതായൊരു കാര്യമാണ്. പിന്നെ എന്തിനാണ് ഈ സഹോദരനും സഹോദരി അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അതൊരു പ്രകോപനം ഉണ്ടാക്കാൻ പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ യാതൊരു കാരണവും അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ നാം അവിടെ കണ്ടു, മോശയൊട്ടും പ്രകോപിതനാകാതെ തന്നെ ആ സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് നാം കാണുന്നുണ്ട്. 2-ാമത്തെ വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മോശയുടെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുകയാണ്. ദൈവം മോശ മുഖാന്തരം ഒന്നും മാത്രമല്ല സംസാരിച്ചിട്ടുള്ളൂ, ഞങ്ങൾ മുഖാന്തരവും സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ ആ സാഹചര്യത്തിൽ നമ്മൾ കാണാനിടയായി തീർന്ന കാര്യം,
മോശ വളരെ സൗമ്യതയോടെ പ്രതികരിച്ചു എന്നുള്ളത് കൊണ്ട് തീർത്തും ശാന്തനായിട്ടാണ് മോശയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നതായ കാര്യം, സൗമ്യത ഒരാൾക്ക് ആശ്വാസം കണ്ടെത്തി ജീവിക്കത്തക്കവണ്ണം ആ വ്യക്തിയെ ഒരുക്കുവാൻ ഇടയായിട്ട് തീരും. മോശ അങ്ങനെ വലിയ സൗമ്യനൊന്നും അല്ലായിരുന്നു എന്ന് നമുക്കറിയാം. വളരെ കോപിഷ്ഠനായൊരു മനുഷ്യനായിരുന്നു. ദേഷ്യം വരികയും ഒരാളെ അടിച്ചു കൊല്ലുകയും മണലിൽ പൂഴ്ത്തിക്കളയുകയൊക്കെ ചെയ്ത പഴയ മോശയെ നമുക്കറിയാം. പക്ഷെ കർത്താവിൻ്റെ പാഠശാലയിൽ മോശ രൂപാന്തരപ്പെട്ടു, പുതിയ ആളായി തീർന്നു എന്നുള്ളതായ കാര്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, സൗമ്യത ഒരാൾക്ക് ആശ്വാസം കണ്ടെത്തി ജീവിക്കത്തക്കവണ്ണം ആ വ്യക്തിയെ ഒരുക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ആശ്വാസം ഒടുവിൽ നഷ്ടപ്പെട്ടത് ആർക്കാണ് ആശ്വാസം നഷ്ടപ്പെട്ടത്? അഹരോനും മിരിയാമിനുമാണ് നഷ്ടപ്പെട്ടത്. മിരിയാം കുഷ്ഠരോഗിണിയായി, അഹരോൻ അതിനേക്കാൾ അസ്വസ്ഥനായിട്ട് തീർന്നു. മോശയുടെ അടുക്കൽ വന്ന് നിലവിളിക്കുകയാണ് അഹരോൻ. കാരണം മിരിയാമിന്മേൽ വന്നതായ ദൈവത്തിൻ്റെ നടപടി അഹരോനെ വളരെ വേദനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പക്ഷേ മോശ അതൊന്നും ബാധിക്കാതെ ജയാളിയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിൽ നിന്ന് പഠിക്കാം, കർത്താവിനെ പഠിക്കാം. കർത്താവിൻ്റെ സൽഗുണത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ ഏത് സങ്കീർണമായ സാഹചര്യത്തിനും വിജയകരമായി നിൽക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ കാണുകയാണ്. രണ്ടാമത്തെ ആ സൽഗുണത്തെക്കുറിച്ച് കൂടി ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് നീങ്ങാം എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ താഴ്മയുള്ളവനാണ്. നമ്മുടെ കർത്താവിൻ്റെ താഴ്മ വെളിപ്പെട്ടതായ ഒത്തിരി സന്ദർഭങ്ങൾ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സന്ദർഭം പറയാമോ? കർത്താവിൻ്റെ താഴ്മ വെളിപ്പെട്ടതായൊരു സന്ദർഭം? യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ഒരു ദാസനെ പോലെ സേവ ചെയ്യുകയാണ്, ശുശ്രൂഷിക്കുകയാണ്. ആരുടെ കാല് കഴുകുകയാണ്? തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകചരിത്രത്തിൽ നമ്മുടെ ഗുരുനാഥൻ വളരെ വ്യത്യസ്തനാണ്. ശിഷ്യന്മാരെ കൊണ്ട് കാല് കഴിയിക്കുന്ന ഒത്തിരി ഗുരുക്കൾ കഴിഞ്ഞ കാല ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവ് വളരെ വ്യത്യസ്തനാണ്. തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ താഴ്മയോടെ കഴുകുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാൻ ആ സംഭവം ഒന്നും വിശദീകരിക്കുന്നില്ല. യോഹന്നാൻ 13-ന്റെ 14 നമ്മൾ വായിക്കുമ്പോൾ ആ സംഭവത്തെ തുടർന്ന് കർത്താവ് ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. അപ്പോൾ അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ മനോഹരമായ മാതൃക കൈമാറുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അക്ഷരാർത്ഥത്തിൽ കാല് കഴുകി ആ ശുശ്രൂഷ നടത്താറില്ല. നടത്തണമെന്നല്ല കർത്താവ് ആഗ്രഹിച്ചതും. അതിൻ്റെ തെളിവുകളിലേക്കൊന്നും ഈ ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒറ്റ വാചകത്തിലൊരു കാര്യം പറയാം, ശിഷ്യന്മാർ ആ കാര്യം അക്ഷരാർത്ഥത്തിൽ അനുഷ്ഠിച്ചതായിട്ട് 30 വർഷത്തെ സഭാചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. 30 വർഷത്തെ സഭാചരിത്രം എവിടെയാണെന്നൊന്നും ഈ ക്ലാസ്സിൽ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 30 വർഷത്തെ സഭാചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെയൊരു കാര്യം അവർ അക്ഷരാർത്ഥത്തിൽ ചെയ്തിട്ടില്ല. എന്നാൽ ആത്മീക അർത്ഥത്തിൽ അന്യോന്യം കാൽ കഴുകേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒന്ന് പറയാൻ ശ്രമിക്കുന്നതായ കാര്യം, എൻ്റെ കാലം എല്ലാവരും കഴുകണം, എന്നെ എല്ലാവരും ആദരിക്കണം, എന്നെ ബഹുമാനിക്കണം എന്നാണ് ഒരാളുടെ ആഗ്രഹമെന്ന് വിചാരിക്കുക. അത് കിട്ടാതെ വന്നാൽ പിന്നെ അവർ വളരെ അസ്വസ്ഥരായിട്ട് തീരും. ആഗ്രഹിക്കുന്ന ആദരവ് കിട്ടാതെ വരുന്നത് ആരെയും അസ്വസ്ഥപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരും. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്
ഞാൻ ഇന്നത്തെ പോലെ കാറ്ററിംഗുകാരൊക്കെ കാര്യങ്ങൾ നടത്താത്തൊരു കാലത്ത് ഒരു കല്യാണ വിരുന്നിലിരുന്നത് ഓർക്കുന്നു. ആ കല്യാണ വിരുന്നിലൊരു പകുതി ആ പന്തിലിരുന്നൊരു പകുതി ആളുകളും അച്ഛന്മാരായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ വിളമ്പാൻ വന്നയാൾ മറ്റേ വശത്ത് നിന്ന് ഇലയൊക്കെ വിളമ്പി തുടങ്ങുകയാണ്. ഒരച്ഛനങ്ങ് പ്രകോപിതനായി ആദ്യം ആർക്കാ വിളമ്പേണ്ടതെന്ന് നിനക്കറിയാൻ പാടില്ലെന്ന് ചോദിച്ച് ആ സദസ്സിൽ തന്നെ വളരെ പ്രകോപിതനായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാനായിട്ടേ ഞാനും ആ പന്തിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദരവ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആദരവ് കിട്ടാതെ വരുമ്പോൾ ചിലർക്ക് തൽക്കാലം മിണ്ടണ്ടെന്ന് വിചാരിക്കും, പിന്നെ പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കും. ചിലർക്ക് അങ്ങനെ പറയാതിരിക്കാനായിട്ട് പറ്റുകയില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അസ്വസ്ഥത മുഴുവനും വെളിപ്പെടുമായിരുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്നതായ കാര്യം, ഞാൻ ആദരിക്കപ്പെടണം എന്നാഗ്രഹിക്കുമ്പോൾ, എന്നെ മറ്റുള്ളവർ ശുശ്രൂഷിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, അത് കിട്ടാതെ വരുമ്പോഴുള്ള അസ്വസ്ഥത വളരെ അധികമായിരിക്കും. വിവേകമുള്ളവർ ഒത്തിരി അത് വെളിപ്പെടുത്തുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട, വിവേകം നഷ്ടപ്പെട്ടാൽ ആ അസ്വസ്ഥത മുഴുവനും പുറത്തു വരുവാനും ഇടയായിട്ട് തീരും. എന്നാൽ നേരെ തിരിച്ച് ഉള്ളൊരു മനസ്സാണുള്ളതെങ്കിൽ ഞാൻ ശുശ്രൂഷിക്കാൻ ഒരുക്കമാണ്, അതാണ് എൻ്റെ മനസ്സെങ്കിൽ, അവിടെ ഏത് സാഹചര്യത്തിനും വളരെ ആശ്വാസത്തോടെ ആശ്വാസം കണ്ടെത്തി ഒരു ദൈവ പൈതലിന് ജീവിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ വാക്കുകൾ എത്രയോ മനോഹരമാണ്. ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ കർത്താവ് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളെ ആരെങ്കിലും ഒരു വിരുന്നിന് വിളിച്ചാൽ ഏറ്റവും താഴെ സീറ്റിൽ പോയി ഇരിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. പിന്നെ ഉയർന്ന സീറ്റിലേക്ക് വിളിച്ച് ഇരുത്തണമെങ്കിൽ അവർ ചെയ്തോളും അത്. അപ്പോൾ നീ അവിടെ തുടങ്ങിയാൽ മതി എന്ന് കർത്താവ് എത്ര ഭംഗിയായിട്ടാണത് പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. എന്നാൽ ഒരു ഉയർന്ന സീറ്റിൽ പോയിരുന്നിട്ട് ഇവിടെ നിന്ന് മാറിത്തരണമെന്ന് പറയേണ്ടി വരുന്നത് എത്രയോ അസ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിനും കാരണമായിട്ട് തീരാകുന്നതാണ്. ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പാടിയ പാട്ടിൽ ആദ്യത്തെ സ്റ്റാൻസയിൽ ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ കർത്താവ് ദാസനെ പോലെ സേവ ചെയ്ത ആളാണ്. അതുകൊണ്ട് ആ ഭാവം ഉൾക്കൊണ്ട് ആ പാഠം പഠിച്ച് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആശ്വാസം കണ്ടെത്തി ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ 7 സൽഗുണങ്ങൾ നമ്മൾ ഇതിനകം ചിന്തിച്ചു. ഈ 2 ഭേദം അതൊക്കെ ഒന്നായി പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സൽഗുണങ്ങളെ പകർത്തി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. അടുത്ത് 2 കാര്യം കൂടി ഞാൻ ഒന്നായിട്ട് ഓർപ്പിക്കുകയാണ്. ദയയുടെയും മനസ്സരിവിൻ്റെയും സൽഗുണത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ളതായ കൽപ്പന നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ആ കുറിവാക്യം എഫേസ്യ ലേഖനത്തിൽ നിന്ന് പറയുകയാണ്. അവിടെ ഒരു മനോഹരമായ പ്രബോധനം നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സരിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ക്ഷമയെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അതിന് ഞാനിവിടെ ചേർത്ത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നാൽ ഇവിടെ മറ്റ് 2 സൽഗുണങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സരിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ആ വാക്യത്തിൻ്റെ സമഗ്രമായ പ്രതിപാദനത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. മറ്റൊരു വാക്യം കൂടി നമുക്ക് ഇതിനേക്കാൾ പരിചയമുള്ളതായിരിക്കാം. അതൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊലോസ്യർ 3:12-13 വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്
അന്യോന്യം കൊടുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഞാനിപ്പോൾ ആ വാക്യം പരാമർശിക്കുന്നത് ഈ വിശ്വാസികൾക്ക് പ്രബോധനം കൊടുക്കുമ്പോൾ അവർ ധരിക്കേണ്ട 5 കാര്യങ്ങൾ എടുത്ത് പറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതുമാത്രമേ ഞാൻ അവിടുന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. എങ്കിലും ആ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യം ഒരു വാചകത്തിലൊന്ന് പറയുകയാണ്. അവിടുത്തെ വിശ്വാസികളെ വിളിക്കുന്നതായ മനോഹരമായ 3 പേരുകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ പേരുകൾ? മൃതന്മാരാണ്, പിന്നെ വിശുദ്ധന്മാരാണ്, പ്രിയരാണ്. അപ്പോൾ കൊലോസിയിലെ സഭയ്ക്കാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഒരു പ്രാദേശിക സഭയിൽ ഉൾക്കൊള്ളുന്ന അംഗങ്ങൾ എത്രയോ ഉന്നതമായ നിലവാരത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടവരാണ് എന്ന് നമ്മൾ കാണുകയാണ്. ഒരു സ്ഥലം സഭ വൃതന്മാരുടെ കൂട്ടമാണ്, വിശുദ്ധന്മാരുടെ കൂട്ടമാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരുടെ കൂട്ടമാണ്. അതൊന്നും ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ കർത്താവിൻ്റെ സഭ അതിൽ തന്നെ എത്രയോ മഹത്തരമായ ഒരു സ്ഥാപനമാണ് എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. നമ്മുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മെ കർത്താവ് സുവിശേഷത്താൽ രക്ഷിച്ച് എത്രയോ ഉന്നതമായ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അവർ ധരിക്കേണ്ട 5 കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ദയയും മനസ്സലിയും ഒക്കെ ധരിച്ച് ജീവിക്കണം എന്നുള്ളതായ പ്രബോധനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മുടെ പ്രാണപ്രിയനിൽ നിന്നുള്ളതായ ഈ പ്രത്യേകമായ ഗുണവിശേഷങ്ങൾ ഉൾക്കൊണ്ട് അത് പ്രായോഗികമാക്കി നമ്മുടെ തലമുറയിൽ ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ഉപദേശത്തിൽ ഈ കാര്യം സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട്. ആ വാക്യം കൂടി നമുക്കൊന്ന് വായിച്ചു പോകാം എന്ന് ഞാൻ കരുതുകയാണ്. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35-ഉം 36-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ കൽപ്പന, ഇത് കൽപ്പനയായിട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വാക്യം കൂടി നമുക്ക് വായിക്കാം. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിച്ച് അവർക്ക് നന്മ ചെയ്ത് ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കും. എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അവർ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സിലുള്ളവർ ആകുന്നത് പോലെ നിങ്ങളും മനസ്സിലുള്ളവർ ആകും. അപ്പോൾ അവിടെ എന്ത് വ്യക്തമായിട്ടാണ് ഈ കാര്യം കർത്താവ് കൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്? നമ്മുടെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണ്, അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ, ദയാലുവല്ലോ. എന്നിട്ട് അടുത്ത വാചകത്തിൽ പറയുകയാണ്, അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇവിടെ നമ്മുടെ കർത്താവ് ഈ സൽഗുണങ്ങളോട് ജീവിക്കാനുള്ള കൽപ്പന വളരെ വ്യക്തമായിട്ട് നൽകുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇത് സൗകര്യമുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല, പിന്നെയും നമ്മുടെ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതായൊരു കാര്യമാണ്. നമ്മുടെ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇരിക്കുന്നു. ഞാനിന്ന് രാവിലെ 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായമാണ് വായിക്കാനിടയായിട്ട് തീർന്നത്. നിങ്ങളും ആ അധ്യായമൊക്കെ ഇപ്പോൾ വായിച്ച് കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു കാര്യം,
ദൈവം വളരെ കൃത്യമായി കൊടുത്ത ഒരു കൽപ്പന, ആ കൽപ്പന വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ആ കൽപ്പന വളരെ ജ്ഞാനിയായൊരു മനുഷ്യൻ ലാഘവമായിട്ട് തെറ്റിച്ച ആളാരെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ശലോമോൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് കൃത്യമായി നിങ്ങൾക്ക് ജാതികളോട് കൂടിക്കലർച്ച, ആ വാക്കെന്നെ വളരെ ചിന്തിപ്പിച്ചു. നിങ്ങൾക്ക് ജാതികളോട് കൂടിക്കലർച്ച അരുത് എന്നുള്ള ആ കൽപ്പന കിട്ടിയതായ മനുഷ്യൻ അതിലെ ഒറ്റ ജ്ഞാനി എന്ന നിലയിൽ അത് എത്രയോ കൃത്യമായി അനുസരിക്കേണ്ടയാളാണത് ശലോമോൻ. പക്ഷേ ആ കൽപ്പന എത്ര ലാഘവമായിട്ടാണ് ശലോമോൻ ലംഘിച്ചത് എന്നുള്ളതായ കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ വായിച്ചത് ഒരു കൽപ്പനയാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അനുസരിക്കാനുള്ളതല്ല കൽപ്പന. പിന്നെയോ നാം ദൈവമക്കളാണ്, നാം വൃതന്മാരാണ്, നാം വിശുദ്ധന്മാരാണ്, ദൈവത്തിന് പ്രിയരാണ്. നമ്മളല്ലേ ഇത് അനുസരിക്കേണ്ടത്. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഗുരുനാഥൻ തന്നിട്ടുള്ളതായ ഈ കൽപ്പന അതുപോലെ അനുസരിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവാത്മാവ് തന്നിരിക്കുകയാണ്. സൗമ്യതയും താഴ്മയും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ദയയും മനസ്സലിവും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞകാല ചരിത്രത്തിൽ ഈ സൽഗുണങ്ങൾ അതുപോലെ പ്രായോഗികമാക്കി ജീവിച്ച ആളത്വം നമ്മുടെ ഗുരുനാഥനാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്വർഗീയ പിതാവിൻ്റെ അതേ സൽഗുണങ്ങൾ നമ്മുടെ കർത്താവിൽ വിളങ്ങിയിരുന്നു എന്നുള്ളത് നമുക്ക് കഴിഞ്ഞകാല ചരിത്രം വിലയിരുത്തുമ്പോൾ വളരെ മനോഹരമായി ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതായ കാര്യമാണ്. ഞാനോട് ചേർത്തൊരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞകാല ചരിത്രം നമ്മൾ ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നാൽ ഈ സൽഗുണങ്ങൾ അതുപോലെ പകർത്തി സമൂഹത്തിന് ഏറ്റവും പ്രയോജനമുള്ളവരായിട്ട് സാക്ഷ്യം വഹിച്ച എത്രയോ ഭക്തന്മാരെ, ക്രിസ്തു ശിഷ്യന്മാരെ നമുക്ക് കഴിഞ്ഞകാല ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ തലമുറയിൽ നമുക്കും ആ വലിയ ഉൾക്കാഴ്ച പ്രായോഗികമാക്കി ജയാളികളായി ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഈ ദയയും അതുപോലെ മനസ്സലിവും വെളിപ്പെട്ടതായ ഒന്ന് രണ്ട് മാതൃകകൾ ഞാൻ കർത്താവിൽ നിന്ന് എടുത്ത് പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് ഞാൻ കരുതുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചേർത്ത് ചിന്തിക്കാം. നമ്മൾ തന്നെ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകത്തിൽ ഇതിൻ്റെ കുറേ വിശദാംശങ്ങൾ വേറെ ഉണ്ട്. അത് വായിച്ച് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവ് രോഗികളോട് മനസ്സലിഞ്ഞതിൻ്റെ ചരിത്രം എത്രയോ ആവർത്തിച്ച് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ രോഗികളോട് എന്ത് മനസ്സലിവോടും ദയോടും കൂടിയാണ് കർത്താവ് വർത്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. രോഗവും പ്രതിസന്ധികളും എന്നുള്ളത് ആരും വരുത്തി വയ്ക്കുന്നതല്ല, വന്നു കൂടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവ് എന്തോ ഒരു ആർദ്രതയോട് കൂടിയാണ് അവരോട് ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഒരു ഇൻസിഡൻറ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മാർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങളിൽ എല്ലായിടത്തും ഈ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഉദ്ധരിക്കാം എന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ. 1-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. എന്ത് മനോഹരമായിട്ടാണ് ഈ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ
വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചരിത്രം വായിച്ച് ചുരുക്കം ചില വാക്കുകൾ ചിന്തിക്കുന്നത്, നമുക്ക് ഈ സൽഗുണം പകർത്തി ജീവിക്കാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ദയവും മനസ്സലിവും ഇവിടെ നമ്മുടെ കർത്താവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. വളരെ അസാധാരണമായ ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിൽക്കുകയാണ്. സാധാരണ അങ്ങനെ കുഷ്ഠരോഗികൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം അവർ തങ്ങളെ തന്നെ അശുദ്ധരായി കണക്കാക്കി മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് പെട്ടിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ ഇസ്രായേലിൻ്റെ പ്രമാണത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവന് മനസ്സിലായി ഇദ്ദേഹം ആർദ്രതയോടുകൂടി തന്നോട് ഇടപെടും എന്നുള്ളത് മനസ്സിലാക്കി കർത്താവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി സൗഖ്യത്തിന് വേണ്ടി ചോദിക്കുന്നു എന്നുള്ളതായ കാര്യം നമ്മൾ കാണുകയാണ്. 41-ാമത്തെ ഒരു കൊച്ചു വാക്യമാണല്ലോ, യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. ആ വാക്കുകൾ അതിൽ തന്നെ എത്രയോ മനോഹരമായിട്ടുള്ളതായ വാക്കുകളാണ്. അവൻ ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ട ശേഷം ഒരുപക്ഷെ അവനെ ആദ്യമായി തൊടുന്നത് നമ്മുടെ കർത്താവായിരിക്കും. കാരണം സാധാരണ നിലയിൽ ഒരു യഹൂദൻ അങ്ങനെയുള്ള ഒരാളെ തൊടാനുള്ളതായ യാതൊരു സാധ്യതയുമില്ല. ഒരു സാധാരണ ആളുകളുടെ നടുവിൽ അവർക്ക് ഇടപെടാനോ മൂവ് ചെയ്യാനോ ഉള്ളതായ സ്വാതന്ത്ര്യമില്ലാത്ത ആളുകളാണ്. അവർ പാളയത്തിൻ്റെ പുറത്ത് അശുദ്ധരെന്ന് അവർ തന്നെ പറഞ്ഞ് കഴിഞ്ഞുകൂടേണ്ടുന്ന ആളുകളാണ്. നമ്മുടെ കർത്താവ് എത്ര ആർദ്രതയോടുകൂടിയാണ് ഈ വ്യക്തിയോട് ഇടപെടുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവന് സൗഖ്യം കൊടുക്കാൻ തുടരണമെന്നൊന്നും നിർബന്ധമില്ല. 10 കുഷ്ഠരോഗികൾക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് തൊട്ടല്ലല്ലോ. അവരോട് ഇത്ര മാത്രമേ പറഞ്ഞോളൂ, പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കാനായിട്ട് പറഞ്ഞു. നമ്മൾ വായിക്കുന്നത് പോകയിൽ തന്നെ അവർ ശുദ്ധരായി. അപ്പോൾ തുടരണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇവൻ്റെ ഈ അവസ്ഥയിൽ കർത്താവ് അവനോട് ദയയും മനസ്സലിവും കാണിച്ച് അവനെ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, കർത്താവ് ദയയും മനസ്സലിവും ഒക്കെ കാണിക്കണമെന്ന് പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ എത്രയോ സാഹചര്യങ്ങളിൽ ആ ദയയും മനസ്സലിവും കാണിക്കാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഇനി എത്രയോ സംഭവങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും നിരാശയിലും വിഷമത്തിലുമൊക്കെ ആയിരുന്ന എത്രയോ പേർക്കാണ് കർത്താവ് ആശ്വാസമായിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ദയയും മനസ്സലിവും നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അടുത്ത കാലത്ത് കാണിച്ചതായ ഒരപ്പനെയും മക്കളെയും നമുക്ക് അറിയാം. ഗ്രഹാം സ്റ്റെയിൻസും മക്കളും അവർ 3 പേരും ഒരു രാത്രിയിൽ ചുട്ട് കൊല്ലപ്പെടുകയായിരുന്നല്ലോ. നമ്മളും ഭാരതീയരാകൊണ്ട് നമ്മൾ ലജ്ജയോടുകൂടി ഓർക്കേണ്ട ഒരു ചരിത്രമായിട്ടാണ് അത് ഇരിക്കുന്നത്. പക്ഷെ ഞാനിന്ന് എന്തുകൊണ്ടോ ഈ വാക്യം കുറിക്കുമ്പോൾ അതെൻ്റെ മനസ്സിൽ വരുവാൻ ഇടയായിട്ട് തീർന്നു. അദ്ദേഹത്തിൻ്റെ കുറ്റം, അദ്ദേഹം ചെയ്തു വന്ന കാര്യം, കുഷ്ഠരോഗികളെ നേരിട്ട് അദ്ദേഹം ശുശ്രൂഷിക്കുന്നൊരു ശുശ്രൂഷയാണ് നിർവഹിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് ആദരവുണ്ടാക്കേണ്ടതിന് പകരം സുവിശേഷ വിരോധികൾക്ക് അസൂയയും വിദ്വേഷവും ഉണ്ടാകുന്നതിന് കാരണമായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഏത് നല്ല കാര്യം ചെയ്താലും അതിനെല്ലാം അപ്രീസിയേഷൻ ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ തെറ്റിദ്ധരിക്കപ്പെടാം, അതിന് എതിർക്കപ്പെടാം, ഉപദ്രവിക്കപ്പെടാം. അതിനൊക്കെ ധാരാളം തെളിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എങ്കിലും ഞാനിന്ന് പകരം ഈ സംഭവം ഓർത്തു നമ്മുടെ ഗുരുനാഥൻ കൊടുത്ത കൽപ്പന അതുപോലെ കൃത്യമായി അനുസരിച്ചിട്ടുള്ളതായ എത്രയോ ക്രിസ്തു ശിഷ്യന്മാരെ കഴിഞ്ഞകാല ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സാധിക്കുന്നിടത്തോളം ഈ സൽഗുണങ്ങളെ പകർത്തി ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ധാരാളം ദൈവകൃപ നമുക്ക് നൽകട്ടെ. ഞാനതിൻ്റെ ഒരു കാര്യം കൂടി ഒന്ന് ചേർത്ത് ഓർപ്പിക്കുക.
ക്ഷമയെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു. ഈ സൽഗുണങ്ങളിൽ വിശദീകരിച്ച ഒന്നാണ് ക്ഷമ. പക്ഷേ ആ സംഭവത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. തൻ്റെ ഭർത്താവും മക്കളുമൊക്കെ അതിദാരുണമായി കൊല്ലപ്പെട്ടു എന്നിരിക്കലും ആ കുഞ്ഞുങ്ങളുടെ അമ്മ ലോകത്തെ ഒരർത്ഥത്തിൽ അമ്പരിപ്പിച്ചതായൊരു സ്ത്രീയാണ്. അവർ ഈ ദ്രോഹം ചെയ്ത ആളുകളോട് ക്ഷമിച്ചുകൊണ്ടാണ് സ്വർഗീയ പിതാവിൻ്റെ സൽഗുണം വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ ദയയും മനസ്സിലും ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന കാര്യം എന്താണെന്ന് എഫേസ്യർ 4:32 നമ്മൾ വായിച്ചത്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. അപ്പോൾ ദയയും മനസ്സലിവും ഒരു വ്യക്തിക്ക് കാണിക്കാനായിട്ട് അവസരം വരുമ്പോൾ നമുക്ക് രോഗികളെയൊക്കെ ശുശ്രൂഷിക്കാനുള്ള അവസരം എപ്പോഴും കിട്ടി എന്ന് വരികയില്ല. എന്നാൽ ദയയും മനസ്സലിവും കാണിക്കാനായിട്ട് അവസരം നമുക്ക് ലഭിക്കുന്ന അധികവും ക്ഷമിക്കാനുള്ളതായ സാഹചര്യത്തിലാണ്. അത് വളരെ കൃത്യമായിട്ട് ഇവിടെ കൽപ്പിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നമുക്ക് വളരെ പരിചയമുള്ള പ്രസിദ്ധമായൊരു വേദഭാഗവുമായിട്ട് ഞാനതൊന്ന് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. റെഫറൻസ് എഴുതിയിട്ടാൽ മതി, അതിപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 35 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ളതായ ഒരു സംഭവം നമുക്ക്, ഒരു ഉപമ, അത് സംഭവമാണെന്ന് നമുക്കറിയില്ല, ഒരു ഉപമ നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഉപമയിൽ നമുക്ക് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുമല്ലോ. ഒരു മനുഷ്യന് കിട്ടിയ വലിയൊരു ഇളവിൻ്റെ കണക്ക് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. എടുത്തു വായിക്കാതെയൊക്കെ നമുക്കറിയാം. എത്ര താലന്താണ് അവന് ഇളച്ചു കിട്ടിയത്? 10,000 താലന്ത് ഇളച്ചു കിട്ടി. പിന്നെ നമുക്ക് ഒത്തിരി അറിയാവുന്നൊരു കാര്യം, അവൻ്റെ ഒരു കൂട്ടുദാസൻ 100 വെള്ളിക്കാശ് അവനോട് കടംപെട്ടിട്ടുണ്ടായിരുന്നു. ആ കണക്ക് നമ്മൾ നേരത്തെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, പലവട്ടവും ചിന്തിച്ചിട്ടുണ്ട്. ഒരു താലന്തിൻ്റെ 60-ൽ അംശം എന്നാണ് പൊതുവെ പറയുന്നത്. ഇനി അതിൽ ഇത്തിരി വ്യത്യാസം വന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാം ഈ 10,000 താലന്തും ഒരു താലന്തിൻ്റെ 60-ൽ അംശം എന്ന് പറയുന്നതും എന്തോ ഒരു വ്യത്യാസമാണ്. അപ്പോൾ നമ്മളെല്ലാവരും 10,000 താലന്ത് ഇളച്ച് കിട്ടിയ ആളുകളാണ്. എന്തുകൊണ്ടാണ് അവനോട് കർത്താവ് ആ യജമാനൻ അവന് ഇളച്ച് കൊടുത്തത് എന്നുള്ളതിൻ്റെ കാരണം ആ വേദഭാഗം ചിന്തിക്കുമ്പോൾ 27-ാമത്തെ വാക്യത്തിൽ അവനോട് യജമാനൻ മനസ്സലിഞ്ഞു, അവനത് ഇളച്ചു കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് മനസ്സലിഞ്ഞ് നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു തന്നു. നമ്മൾ 10,000 താലന്ത് ഇളച്ച് കിട്ടിയ ആളുകളാണ്. യജമാനെ വേദനിപ്പിച്ചത് ഈ 100 വെള്ളിക്കാശ് ഇളച്ചു കൊടുക്കാൻ കഴിയാതിരുന്നതായ ഇവൻ്റെ ഈ ക്രൂരതയിൽ യജമാനന് വളരെ വേദനയുണ്ടായി എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇളച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല, വളരെ പരുഷമായ വാക്കുകളാണ് അവിടെ നാം വായിക്കുന്നത്. അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി അവനെ തടവിലാക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഇതോട് ചേർത്ത് കഴിഞ്ഞ ദിവസം ചിന്തിച്ച ആ സൽഗുണത്തെക്കുറിച്ച് കൂടി ഓർപ്പിച്ചോട്ടെ. നമുക്ക് ദയയോടും മനസ്സലിവോടും കൂടെ വർത്തിക്കാനായിട്ട് സാധിച്ചാൽ ഇത്രയും വലിയ മനസ്സ് അലിവ് അനുഭവിച്ച നമുക്ക് നമ്മുടെ കൂട്ട് സഹോദരന്മാരോട്, നമ്മുടെ സഹജീവികളോട് ദയയോടും മനസ്സലിവോടും കൂടെ വർത്തിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ നമ്മൾ ദയയും മനസ്സിലും ഉള്ളവരായാൽ നമ്മൾ ക്ഷമിക്കേണ്ടതെല്ലാം ക്ഷമിക്കും. ക്ഷമയുടെ വിശദാംശങ്ങൾ നമുക്കറിയാം, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ക്ഷമ ചോദിക്കുന്നവരോട് എല്ലാം ക്ഷമിക്കും,
ക്ഷമ ചോദിക്കാത്തവരോടോ ഏകപക്ഷീയമായി ക്ഷമിക്കാം. അതാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്. അതാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ മാതൃകയാക്കി കാണിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരൊറ്റ പാഠം പ്രായോഗികമാക്കിയാൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നടുവിലുള്ള ബന്ധങ്ങൾ എത്രയോ മനോഹരമായി സൂക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ നമ്മൾ അനുഭവിച്ച ദയയുടെയും മനസ്സലിവിൻ്റെയും ഒരു ചെറിയ ഭാഗം നമുക്ക് നമ്മുടെ സഹജീവികൾക്കും സഹോദരന്മാർക്കും പങ്കിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചാൽ അത് എത്രയോ മനോഹരമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിന് കാരണമായിട്ട് തീരും എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കൊലോസ്യർ 3:12-13 വാക്യങ്ങളിൽ നമ്മൾ ആദ്യം വായിക്കുവാനിടയായി തീർന്നതുപോലെ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ ക്ഷമിച്ച് പരിഹാരം കണ്ടെത്തി ജയാളികളായിട്ട് ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ കർത്താവ് മനസ്സറിഞ്ഞ മറ്റൊരു സാഹചര്യം കൂടി ഞാൻ പരാമർശിക്കുകയാണ്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു തീരുമോയെന്ന് എനിക്കറിയാൻ പാടില്ല, എങ്കിലും ഞാനത് ചുരുക്കമായിട്ട് ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് പുരുഷാരത്തോട് മനസ്സലിഞ്ഞ ഒരു വിശദീകരണം മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 36-38 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമുക്കറിയാം, എങ്കിലും നമുക്കൊന്ന് വായിക്കാം. വിശദീകരണം ഞാൻ ഒത്തിരി പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. 9-ാം അധ്യായത്തിൻ്റെ 36-38 വാക്യങ്ങൾ. പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഞ്ഞവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സറിഞ്ഞു. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറഞ്ഞു. ഇടയ്ക്കൊരു വാചകം വിട്ടുപോയോ? തന്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നതായ കാര്യം, നമ്മുടെ കർത്താവിന് പുരുഷാരത്തോട് മനസ്സലിവ് തോന്നി. വിഷയം എന്തായിരുന്നു? പുരുഷാരം ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട്. അപ്പോൾ ഇവിടെ ഒത്തിരി വിശദമായിട്ട് ഈ പാഠം ചിന്തിക്കാവുന്നതാണ്. കാരണം ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായിട്ട് പുരുഷാരത്തെ നമ്മുടെ കർത്താവ് കാണുകയാണ്. ഇവിടെ സുവിശേഷത്തിൻ്റെ മനോഹരമായൊരു സത്യമുണ്ട്. സാക്ഷാൽ ഇടയനായ യേശു ക്രിസ്തുവിനെ ഒരാൾ കണ്ടെത്തുന്നത് വരെ കുഴഞ്ഞവരും ചിഹ്നവരുമായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ ഒരാൾ കണ്ടെത്താനിടയായിട്ട് തീരുമ്പോൾ ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നു എന്നുള്ളതായ മനോഹരമായ സുവിശേഷ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാൻ കഴിയും. നമുക്ക് കൃപയാൽ നമ്മുടെ ഇടയനെ കണ്ടെത്താൻ ഭാഗ്യം കിട്ടിയ ആളുകളാണ്, കൃപയിലേക്ക് വന്ന ആളുകളാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ നല്ല ഇടയൻ്റെ സ്നേഹവും വാത്സല്യവും കരുതലും അനുഭവിച്ച് ജീവിക്കാനുള്ള വലിയ സാധ്യതയിലേക്കാണല്ലോ സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവരുവാനിടയായിട്ട് തീർന്നത്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശമാണ് ഞാനിപ്പോൾ പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സഭ വളരെ നല്ല ഇടയ പരിപാലനത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടുന്നതായ ഒരു സ്ഥാപനമാണ്. സദൃശവാക്യങ്ങളിലൊരു പ്രയോഗമുണ്ടല്ലോ, പരിപാലനം ഇല്ലാത്തയിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ സഭയിൽ ഇടയനില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും കുഴഞ്ഞ ചിഹ്നിയ അവസ്ഥയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ദൈവസഭകളിൽ നല്ല ഇടയ നേതൃത്വം എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ആ 2 വാക്കുകൾ വിശദീകരിക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നില്ല. ഒരു വാക്കിനെ കുറിച്ച് ഒരു പ്രയോഗം ഞാനൊന്ന് പറയാം.
അടുത്ത വാക്യം അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ വിശദീകരിക്കാം എന്ന് വിചാരിക്കുകയാണ്. കുഴഞ്ഞവരായിട്ട് കാണുകയാണ്. ഞാനതിനൊരു ആത്മീക വശം പറയുകയാണ്. ഈ കുഴഞ്ഞവരായി കാണുക എന്ന് പറഞ്ഞാൽ ഏതു തെറ്റ് ഏത് ശരി എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതായ കുഴച്ചിൽ ദൈവജനത്തിൻ്റെ ജീവിതത്തിലും വന്നു പോകാനുള്ളതായ എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിയായുള്ള ഇടയ നേതൃത്വത്തിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പിന്നിട്ട പുസ്തകങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പൗരോഹിത്യ ദൗത്യത്തിൽ ഇതെത്രയോ പ്രധാനപ്പെട്ടതായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നുള്ളത് ഉപദേശിക്കാനുള്ള അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഉദാഹരണങ്ങളിലേക്കും ഞാൻ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഒരു വാചകം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ന നിലയിൽ സ്വർഗീയ പ്രത്യാശയോടെ ജീവിക്കുവാൻ കടപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ്. പക്ഷേ നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ പല തീരുമാനങ്ങളും ഈ ആയുസ്സിൽ മാത്രം പ്രയോജനപ്പെടുന്ന കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ട് ഈ വാചകം നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. അബ്രഹാമിന് ഭൂമിയിൽ ഒത്തിരി സാമ്പത്തികമായ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ മനുഷ്യനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കുഴഞ്ഞു പോയാൽ നമ്മളെ എന്തിനാണ് ജീവിക്കുന്നതെന്നോ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്നുള്ളതോ നമ്മൾ വിസ്മരിച്ചു പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി ഇവിടെ പരിശോധിക്കാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കുഴഞ്ഞും ചിന്നിയവരുമായ ആളുകൾക്ക് തന്നെ എങ്ങനെ ശ്രദ്ധിച്ചാലും യഥാസ്ഥാനപ്പെടേണ്ടതുപോലെ യഥാസ്ഥാനപ്പെടാനായിട്ട് സാധിക്കുകയില്ല. എബ്രായ ലേഖനം 12-12 വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവിടെ ഒരു ആഹ്വാനം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും എന്തു ചെയ്യാൻ പറയുകയാണ്? നിവൃത്താൻ പറയുകയാണ്. ആരെ നിവൃത്തേണ്ടത്? അത് ദൈവസഭയിലെ ഇടയ നേതൃത്വത്തിലുള്ളതായ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ സ്വയം ധ്യാനിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ കുഴഞ്ഞവരും ചിന്നിയവരുമായിട്ടുള്ള ആടുകൾക്ക് വേണ്ടുന്നതായ ആലോചനകൾ പകർന്നു കൊടുത്ത് നടത്താനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ വാക്ക് വിശദീകരിക്കുന്നതിന് മുമ്പാണെങ്കിലും അടുത്ത വാചകം ഒന്ന് പറഞ്ഞ് നിർത്തിക്കോട്ടെ. ഇവിടെ പുരുഷാരത്തെ ഇടയില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായിട്ട് കാണുമ്പോൾ കർത്താവ് പറ്റിയ കുറച്ച് ഇടയന്മാരെ തിരഞ്ഞു കണ്ടുപിടിക്കാനല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? കൊയ്ത്തിൻ്റെ യജമാനനോട് പ്രാർത്ഥിക്കുക എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാമെങ്കിലും കർത്താവ് ഉപയോഗിച്ച വാക്ക് വേറൊരു വാക്കാണ്. യാചിക്കുക എന്ന് പറഞ്ഞാൽ ഈ നല്ല വേലയ്ക്കായിട്ട് ആളുകളെ എഴുന്നേൽപ്പിക്കാനായിട്ട് വിളിച്ച് വേർതിരിക്കാനായിട്ട് ആർക്കേ പറ്റുകയുള്ളൂ? നമ്മുടെ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാനിന്ന് ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ പരിചയമുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ വന്നു. അതൊന്ന് പരാമർശിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇസ്രയേലിൽ വളരെ തകർന്ന നേതൃത്വം ഉണ്ടായിരുന്ന ഒരു കാലം. ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ തുടക്കത്തിലാണിത് വായിക്കുന്നത്. ആരുടെ കാലമായിരുന്നു അത്? ഏലിയുടെ കാലം.
ഹോഫ്നിയും ഫിനെഹാസും പുരോഹിതന്മാരായിരിക്കുന്നതായ കാലം. അവിടെ ഈ നേതൃത്വരാഹിത്യത്തെ അതിലേറ്റവും വേദനിച്ചൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പേര് നിങ്ങൾക്കറിയാം, ഹന്ന. അവൾക്കത് ഭയങ്കര വേദനയായിരുന്നു. അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. പക്ഷേ അവളെ ഏറ്റവും ഭാരപ്പെടുത്തിയത് അവളെ വാർദ്ധക്യത്തിൽ നോക്കാനൊരു കുഞ്ഞില്ലല്ലോ എന്നുള്ളതല്ല. പിന്നെയോ അവളെ ഏറ്റവും ഭാരപ്പെടുത്തിയത് ദൈവജനത്തിൻ്റെ നടുവിലുള്ള ശോചനീയമായ സ്ഥിതി ആയിരുന്നു. അതുകൊണ്ട് 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അവൾ പ്രാർത്ഥിക്കുകയാണ്, ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവൾ അസാധാരണമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അവൾക്ക് എന്ത് കുഞ്ഞ് വേണം? പുരുഷ സന്താനം വേണം. അത് അവൾക്ക് വേണ്ടിയല്ല, ഞാൻ അവനെ യഹോവയ്ക്ക് കൊടുക്കും. അപ്പോൾ ദൈവം അങ്ങനെ ഒരു കുഞ്ഞിനെ കൊടുത്തു, പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ കൊടുത്തു. അപ്പോൾ അവൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ, കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഞാനിന്ന് രാത്രി ഒരു വലിയ സത്യം ഓർപ്പിക്കുകയാണ്. പുരുഷാരം ഇടയില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കാണുമ്പോൾ അവരെ കൃപയിലേക്ക് കൊണ്ടുവരുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുവാനായിട്ട് ഈ ക്ലാസ്സിലിരിക്കുന്ന അമ്മമാർക്ക് സാധിക്കും. തങ്ങൾക്കുള്ള കുഞ്ഞുങ്ങളെ അങ്ങനെ സമർപ്പിക്കാം, ഇല്ലാത്ത കുഞ്ഞുങ്ങളെയും സമർപ്പിക്കാമെന്നാണ് ഹന്ന ഇവിടെ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് പറഞ്ഞതായ യാചിപ്പിൻ എന്നുള്ളതായ വിഷയം നമ്മുടെ എല്ലാവരുടെയും മുഖ്യ വിഷയമായിട്ടിരിക്കട്ടെ, മുഖ്യ പ്രാർത്ഥനാ വിഷയമായിട്ട് ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ഈ അവസ്ഥയ്ക്കുള്ളതായ എല്ലാ കുറവുകൾക്കും കർത്താവ് പരിഹാരം വരുത്തുവാൻ ഇടയായിട്ട് തീരും. 1-2 വാക്കുകൾ കൂടി എനിക്ക് അവിടെ വിശദീകരിക്കാനായിട്ടുണ്ട്, അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് ഞാൻ കരുതുകയാണ്. ഈ മനസ്സലിവും ദൈവവും ഒക്കെ ദൈവത്തിൻ്റെ ജനത്തോടുള്ള ആഴമേറിയ സ്നേഹത്തിൽ നിന്ന് ഉള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ സന്ദർശനം ദൈവം നമുക്ക് നൽകുവാൻ ഇടയായിട്ട് തീരട്ടെ. ദൈവം മനസ്സലിവും പ്രായോഗിക തലത്തിൽ വെളിപ്പെടുത്തി സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.